ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്ക് എതിരെ റിപ്പോർട്ട് നൽകി VC. റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്ക് എതിരെ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് VC. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിവസം മുമ്പാണ് സെനറ്റ് ഹാളിൽ സംഘർഷമുണ്ടായത്. അതായത് ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷം. ഇതേ തുടർന്ന് ആദ്യം തന്നെ ഈ ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രജിസ്ട്രാർ അനിൽകുമാർ തന്നെ വേദിയിലെത്തിയിരുന്നു. എന്നാൽ സംഘാടക സമിതിയായ ശ്രീ പത്മനാഭ സേവാ സമിതി അംഗങ്ങൾ ചിത്രം മാറ്റാൻ തയ്യാറായില്ല. അവർ സെനറ്റ് ഹാളിലിരിക്കും ചിത്രം വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി അധികൃതർ മാറ്റിക്കൊള്ളൂ, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് മാറ്റിക്കൊള്ളൂ, അവർ മാറ്റില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തിയിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് പുറത്ത് നിന്ന് SFI DYFI പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. KSUവും പ്രതിഷേധവുമായി എത്തിയിരുന്നു. അത് പലതരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോവുകയും അതേസമയം 20 മിനിറ്റ് വൈകി ഗവർണർ എത്തി പരിപാടി ഉദ്ഘാടനം ചെയ്ത് അടിയന്തരാവസ്ഥ സമയത്ത് അതിൽ പോലീസിൻ്റെ പീഡനത്തിന് ഇരയായ ആളുകളെ ആദരിക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് രാജ്ഭവൻ VCയോട് ഈ റിപ്പോർട്ട് തേടിയത്. അതായത് ഗവർണർക്ക് അവിടെ വരാൻ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് അത് ഒരു വലിയ കത്തായിരുന്നു അവിടുന്ന് രാജ്ഭവൻ VCക്ക് കൈമാറിയത്. VC രജിസ്ട്രാറിനോട് വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്ത് കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ രജിസ്ട്രാർ നൽകിയ കത്ത് കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ വൈസ് ചാൻസലർ മോഹൻ കുന്നമേൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് രാജ്ഭവനിൽ എത്തിച്ചിരിക്കുന്നത്. ഗവർണർക്ക് കൈമാറിയിരിക്കുന്ന റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് രജിസ്ട്രാർക്ക് ബാഹ്യ സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ചടങ്ങ് തടയുന്നതിന് വേണ്ടി എത്തിയത്. ഒപ്പം ഈ അലംഭാവം രജിസ്ട്രാറിന്റെ ഭാഗത്തു നിന്ന് അലംഭാവം ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം ഈ രാജ്ഭവനുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ നടത്തിയ ഫോൺ സന്ദേശങ്ങളെക്കുറിച്ചാണ് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. അതായത് അവിടേക്കൊരു ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു. അതിൽ പ്രധാനമായും ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു. ഗവർണർ രാജ്ഭവനിൽ നിന്ന് തിരിച്ചതിന് ശേഷമാണ് ഈ സെനറ്റ് ഹാൾ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടി റദ്ദാക്കിയെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഇമെയിൽ സന്ദേശം രാജ്ഭവനിലേക്ക് അയച്ചത്. എന്നാൽ ആ ഇമെയിൽ സന്ദേശം അവിടെ കിട്ടുന്നതിന് മുമ്പ് തന്നെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ ഗവർണർക്ക് വരേണ്ടി വന്നു. വലിയ പോലീസ് പിൻബലത്തോടു കൂടിയാണ് ഗവർണർ വേദിയിലെത്തിയതും പിന്നീട് ആ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തും. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള അലംഭാവം രജിസ്ട്രാറിൻ്റെ ഭാഗത്തുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടാണ് VCക്ക് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ സംഭവത്തിൽ ഒരു ഉന്നതതല അന്വേഷണം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള ചേരിപ്പോര് തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ രാജ്ഭവനുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നൽകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. രാജ്ഭവൻ ഈ സംബന്ധിച്ച് എന്ത് നടപടിയെടുക്കും എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത്. ശരി. സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്കെതിരെ റിപ്പോർട്ട് നൽകി VC. റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. ബിനോയ്, ഈ ഒരു രജിസ്ട്രാർ ബാഹ്യമായ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ VC നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ അനുമതി റദ്ദാക്കിയത് വ്യക്തമായ കാരണങ്ങൾ കൊണ്ടല്ല എന്നും ഗവർണർ സെനറ്റ് ഹാളിൽ എത്തിയ ശേഷമാണ് അനുമതി റദ്ദാക്കിയ മെയിൽ അയച്ചത് അല്ലെങ്കിൽ രാജ്ഭവന് ലഭിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വലിയ തരത്തിലുള്ള അലംഭാവം രജിസ്ട്രാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ് VC ഇപ്പോൾ രാജ്ഭവന് കൈമാറിയിരിക്കുന്നത്. രജിസ്ട്രാർ തൻ്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് നീങ്ങി ആ ഓഡിറ്റോറിയത്തിൽ ചില കാര്യങ്ങളിൽ ഇടപെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ടിലെ മറ്റൊരു സൂചന. അതായത് രജിസ്ട്രാർ ചില ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് നേരിട്ട് തന്നെ അവിടെ എത്തി ഹാളിനകത്ത് കയറിയതിന് ശേഷം ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ചു. ഒപ്പം ഏറെ
നേരം അവിടെ ഈ സംഘാടക സമിതി ആളുകളുമായിട്ട് സംസാരിക്കുകയും വാഗ്വാദത്തിലേർപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഒരു വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് തനിക്ക് അംഗീകരിക്കാനാകില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല വി സിക്ക് രജിസ്ട്രാർ നൽകിയ മറുപടി തൃപ്തികരമല്ല എന്നും റിപ്പോർട്ടിൽ സൂചനയുണ്ട്. പ്രത്യേകിച്ചും ഗവർണറെ പോലുള്ള കേരളത്തിലെ ഭരണത്തലവൻ കൂടിയാണ് അദ്ദേഹം വരുന്ന സമയത്ത് അവിടെ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കേണ്ട ബാധ്യത രജിസ്ട്രാർക്കുള്ളതാണ്. ആ സമയത്ത് രജിസ്ട്രാർ അതിന് വിരുദ്ധമായി ഒപ്പം ചില ബാഹ്യശക്തികളുടെ പിൻബലത്തോടു കൂടി പ്രവർത്തിച്ചു എന്നുള്ള ഒരു ആരോപണം പറയുന്നതിനൊപ്പം തന്നെ രജിസ്ട്രാർ വേദിയിൽ എത്തിയ ശേഷമാണ് പരിപാടി റദ്ദ് ചെയ്തു എന്നുള്ള കാണിച്ചുകൊണ്ടുള്ള ഒരു ഇമെയിൽ സന്ദേശം രാജ്ഭവനിലേക്ക് അയച്ചത്. അത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം സെനറ്റ് ഹാളിൻ്റെ പരിസരത്തോ സെനറ്റ് ഹാളിലോ ഉണ്ടെങ്കിൽ അത് വളരെ നേരത്തെ തന്നെ പോലീസിന് സഹായത്തോടു കൂടി രാജ്ഭവനെ ധരിപ്പിക്കേണ്ടതായിരുന്നു. അത്തരത്തിലൊരു കാര്യം നടന്നിട്ടില്ല. പകരം ഈ ഗവർണർ വേദിയിലെത്തി സ്വാഗത പ്രസംഗം നടക്കുന്ന സമയത്താണ് ഈ പരിപാടി അനുമതി നിഷേധിച്ചു എന്നും ആ പരിപാടി റദ്ദ് ചെയ്തു എന്നും കാണിച്ചുകൊണ്ടുള്ള ഒരു ഇമെയിൽ സന്ദേശം രാജ്ഭവനിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ ഈ കാര്യങ്ങൾക്കൊക്കെ പിന്നിൽ ഏതോ ഒരു ബാഹ്യശക്തിയുടെ ഇടപെടലുണ്ട്. അത്തരത്തിലുള്ള ബാഹ്യശക്തിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഗവർണറെ അവഹേളിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ രജിസ്ട്രാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല അന്വേഷണത്തിന് ഉള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഒരുപക്ഷെ ഗവർണർ തന്നെ ഏതെങ്കിലും ഒരു സമിതിയെ വെച്ചുകൊണ്ട് അന്വേഷിക്കാൻ ഉത്തരവിടും. അതല്ലെന്നുണ്ടെങ്കിൽ കേരള സർവകലാശാല വി സിയോട് തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടും. നിലവിൽ ഒരു കത്ത് മാത്രമാണ് രാജ്ഭവനിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് നൽകിയത്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പൂർണ്ണരൂപ റിപ്പോർട്ട് വി സി തന്നെ ഗവർണർക്കും രാജ്ഭവനിലേക്ക് കൈമാറിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെ രജിസ്ട്രാർ നൽകിയ ഒരു റിപ്പോർട്ടുമുണ്ട്. അതിൽ അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് രജിസ്ട്രാർ തന്നെ വിവരിക്കുന്നുണ്ട്. കാരണം കേരള സർവകലാശാലയുടെ നിയമവിധിക്ക് അനുസൃതമായിട്ടുള്ള അന്ന് ഭാരതാംബയുടെ ചിത്രം വെച്ചത്. ഈ സെനറ്റ് ഹാൾ ഏതെങ്കിലും കാരണവശാൽ അത് വാടകയ്ക്ക് അല്ലെങ്കിൽ മറ്റ് പുറത്തുനിന്നുള്ള ആളുകൾക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിന് പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. മതസംഘടനകളോ മതപ്രവർത്തനങ്ങൾക്കോ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടികൾക്കോ യാതൊരു കാരണവശാലും സെനറ്റ് ഹാൾ നൽകാൻ പാടില്ല എന്നൊരു നിയമാവലിയുണ്ട്. ആ നിയമാവലിക്ക് വിരുദ്ധമായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടന്നതെന്നാണ് രജിസ്ട്രാർ നൽകിയിരിക്കുന്ന മറുപടിയിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ മറുപടിയെ പൂർണ്ണമായും തള്ളുന്ന ഒരു റിപ്പോർട്ടാണ് വൈസ് ചാൻസലർ ഒപ്പം നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതിന്മേലൊരു അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഉന്നതതല അന്വേഷണമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ അന്വേഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി. സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്ക് എതിരെ റിപ്പോർട്ട് നൽകി വി സി റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.